ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മിസ്റ്റിക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പതിവ് പോലെ തികച്ചും വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അബിത ജോസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ന്യൂമറോളജി അല്ലെങ്കിൽ ടാരോട്ട് കാർഡ് റീഡിംഗ് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. യു ഗൈസ് ക്യാൻ കോൺടാക്ട് മീ. സാമ്പത്തിക കാര്യങ്ങളിൽ എത്രയൊക്കെ നിയന്ത്രണം വെച്ചിട്ടും സാമ്പത്തിക പരാജയം നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പലരും കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാലും പലപ്പോഴും അത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നാൽ എന്താണ് ഇതിന് പിന്നിലെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ ചിലർ വർഷങ്ങളായി വിശ്വസിച്ചു പോരുന്ന ചിലതുണ്ട്. അതിന് കോട്ടം തട്ടുമ്പോഴാണ് പലപ്പോഴും ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികൾ ഉടലെടുക്കുന്നത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വാസ്തുപ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വേണ്ട വിധത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, കിണറിന്റെ സ്ഥാനം. കിണറിന്റെ സ്ഥാനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ കിഴക്ക് ഭാഗത്താണ് കിണർ കുഴിക്കേണ്ടത്. മാത്രമല്ല, വീട് പണിക്ക് മുൻപ് തന്നെ കിണർ കുഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങളിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്പർ 2, വീട്ടിനുള്ളിൽ അക്വേറിയം സൂക്ഷിക്കുക. വീടിനുള്ളിൽ അക്വേറിയം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇത് കുടുംബത്തിലെ ഐശ്വര്യത്തിന് വഴിവെക്കുന്നു. തെക്കു കിഴക്ക് ഭാഗത്തായി വേണം വീടിനുള്ളിൽ അക്വേറിയം നിർമ്മിക്കേണ്ടത്. നമ്പർ 3, സ്ഥിരമായി തെക്കു പടിഞ്ഞാറൻ ദിശയിൽ ലോക്കർ സൂക്ഷിക്കുക. വീട്ടിൽ ലോക്കറുകൾ പണിയുമ്പോൾ എപ്പോഴും തെക്കു പടിഞ്ഞാറൻ മൂലയിൽ സ്ഥാപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോക്കറുകൾ പടിഞ്ഞാറോട്ടോ തെക്കോ തുറക്കാൻ അനുവദിക്കരുത്. ലോക്കറുകൾ പടിഞ്ഞാറോട്ടോ തെക്കോ തുറക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അത് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വഴിതെളിക്കും. നമ്പർ 4, ജലചോർച്ചയുള്ള ടാപ്പുകൾ നന്നാക്കുക. കാര്യമായ സാമ്പത്തിക നഷ്ടങ്ങളും പണത്തിന്റെ ഒഴുക്കും ഒഴിവാക്കുന്നതിന് വെള്ളം ലീക്ക് ചെയ്യുന്ന ടാപ്പുകൾ എത്രയും പെട്ടെന്ന് നന്നാക്കുക. ഇത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും, തീർച്ച. നമ്പർ 5, അടുക്കളയുടെ സ്ഥാനവും നിറവും. തെക്ക് കിഴക്കൻ മൂലയുടെ തെക്ക് കിഴക്കോ തെക്കോ അടുക്കള നിർമ്മിക്കുക. ഓറഞ്ച്, ചുവപ്പ്, പിങ്ക് എന്നിവയുടെ ഇളം ഷെയ്ഡുകൾ ഉപയോഗിക്കാം. അഗ്നിമൂലകവുമായി ചേർന്ന് തെക്ക് കിഴക്ക് അഭിമുഖമായി അടുക്കള ക്രമീകരിക്കുക. നമ്പർ 6, സമ്പത്ത് ആകർഷിക്കുന്ന സസ്യങ്ങൾ. സമ്പത്ത് ആകർഷിക്കാൻ മണി പ്ലാന്റുകൾ, മുള, റബ്ബർ ചെടികൾ എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ വീട് കൂടുതൽ മനോഹരമാക്കാം. വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിർത്തുന്നതിന് വാസ്തു മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. നമ്പർ 6, പ്രവേശനവാതിലുകൾ. വീടിന്റെ പ്രധാന കവാടം എപ്പോഴും ഭംഗിയായി സൂക്ഷിക്കുക. വാതിലിൽ വിള്ളലുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. പോസിറ്റീവ് എനർജിക്കും സാമ്പത്തിക ക്ഷേമത്തിനും വേണ്ടി നെയിം പ്ലേറ്റുകൾ, ചെടികൾ, മണിനാദം എന്നിവ വയ്ക്കാം. നമ്പർ 7, വീടിന്റെ കന്നിമൂല. വീടിന്റെ 2ാം നിലയിൽ വാസ്തു നോക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പലർക്കും ഉണ്ടാകാം. വീട് പണിയുമ്പോൾ കന്നിമൂല ഭാഗത്ത് മുറി പണിയണം. ഇവിടെ ഓപ്പൺ ടെറസോ തുറന്നിട്ട സ്ഥലമോ ആകരുത്. ഇങ്ങനെ ചെയ്യുന്നത് വാസ്തുപ്രകാരം ദോഷം വരുത്തുന്നു. ധനച്ചിലവിന് ഇത് കാരണമാകുന്നു. താഴെയാണെങ്കിലും കന്നിമൂല ഒഴിഞ്ഞു കിടക്കരുത്. അത് സിറ്റോട്ടോ മറ്റോ ആയി ഒരിക്കലും ഉപയോഗിക്കരുത്. ഇത് പോസിറ്റീവ് ഊർജം നഷ്ടപ്പെടാൻ കാരണമാകുന്നു. നമ്പർ 8, പൂജാമുറി. വാസ്തുപ്രകാരം പൂജാമുറി ക്ഷേത്രം പോലെ ആകേണ്ടതില്ല. ദേവാലയം മനുഷ്യാലയത്തിൽ വേണ്ടതില്ലെന്ന് വാസ്തു പറയുന്നു. പൂജാമുറി വീടിനകത്ത് എല്ലായിടത്തു നിന്നും ദർശനം കിട്ടുന്ന വിധത്തിലാകുന്നതാണ് നല്ലത്. നമ്പർ 9, പുല്ലാങ്കുഴൽ. ഹിന്ദു മതത്തിൽ പുല്ലാങ്കുഴൽ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി വിശ്വസിക്കപ്പെടുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവയിൽ നിന്ന് മുക്തി നേടുന്നതിന് ഓടക്കുഴൽ വീടിന്റെ കിഴക്കോ വടക്കോ ദിശയിൽ വയ്ക്കുന്നത് നല്ലതാണ്. വിദ്യാഭ്യാസം, ബിസിനസ്, ദാമ്പത്യ ജീവിതം എന്നിവയിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വീട്ടിലെ ഓടക്കുഴൽ വളരെ സഹായകരമാണ്. ഓടക്കുഴൽ സൂക്ഷിക്കുന്ന വീടുകളിൽ ലക്ഷ്മി ദേവി സദാ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. നമ്പർ 10, പേഴ്സിന്റെ നിറം. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ പേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ധനാകർഷത്തിന് ചില നിറങ്ങളിലുള്ള പേഴ്സ് നല്ലതാണെന്ന് പറയപ്പെടുന്നു. ചുവപ്പ്, മഞ്ഞ, പച്ച, ഗോൾഡൻ, കറുപ്പ്, പിങ്ക് എന്നീ നിറങ്ങൾ ധനാകർഷണത്തിന് വളരെ നല്ലതാണ് എന്നാണ് വിശ്വാസം. മഞ്ഞ, സ്വർണം എന്നീ നിറങ്ങൾ ഭാഗ്യം, അഭിവൃദ്ധി എന്നിവയെ സൂചിപ്പിക്കുന്നുവെന്നും ചുവപ്പ് നിറം വിജയത്തിന്റെയും പ്രശസ്തിയുടെയും നിറമാണെന്നും വാസ്തുശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ജീവനെയും വളർച്ചയെയും സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്ക് ഈ നിറം വളരെ ഉത്തമമാണ്. അതിലുപരി പേഴ്സ് വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് പ്രധാനം. പേഴ്സിൽ നിന്നും മുഷിഞ്ഞ നോട്ട്, പഴയ ബില്ലുകൾ എന്നിവ എടുത്തു മാറ്റേണ്ടതാണ്. പേഴ്സ് സൂക്ഷിക്കുന്നത് വടക്ക് ദിശയിലാണെങ്കിൽ നല്ലതാണെന്നാണ് വിശ്വാസം. കൂടാതെ പഴകിയതും കീറിയതുമായ പേഴ്സുകൾ സൂക്ഷിക്കരുത്. ടിപ്പ് നമ്പർ 11, തെക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ ദിശകളിൽ വാട്ടർ ടാങ്കുകൾ ഒഴിവാക്കുക.
തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ ദിശകളിൽ ഒരിക്കലും വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കരുത്. തെറ്റായ ദിശയിൽ വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കുന്നത് സാമ്പത്തിക സമ്മർദ്ദവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ടിപ്പ് നമ്പർ 12. വടക്കൻ വാസ്തു മേഖല നീല നിറത്തിലാകാം. മെച്ചപ്പെട്ട ഏകാഗ്രതയ്ക്കും അവസരങ്ങൾക്കുമായി വടക്കൻ വാസ്തു മേഖല നീല നിറത്തിൽ സൂക്ഷിക്കുക. ഇവിടെ വാഷിംഗ് മെഷീനുകളും ഡസ്റ്റ് ബിന്നുകളും സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക. ടിപ്പ് നമ്പർ 13. വീട്ടിലെ ബാത്റൂമുകളുടെയും ടോയ്ലറ്റുകളുടെയും സ്ഥാനം. വാസ്തുപ്രകാരം നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റുകളും ബാത്റൂമുകളും വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വേണം സ്ഥാപിക്കാൻ. ഇത് പണസ്ഥിരതയ്ക്കും സാമ്പത്തിക നേട്ടത്തിനും കാരണമാകും. ടിപ്പ് നമ്പർ 14. ശരിയായ പെയിന്റിങ്ങുകൾ സ്ഥാപിക്കുക. പെയിന്റിങ്ങുകൾ വീടുകൾക്ക് പോസിറ്റിവിറ്റി നൽകുന്നു. 7 കുതിരകളുടെ പെയിന്റിംഗ് അഭിവൃദ്ധി ആകർഷിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് സ്വീകരണ മുറിയുടെ കിഴക്ക് ഭിത്തിയിൽ 7 കുതിരകൾ കുതിക്കുന്ന പെയിന്റിംഗ് സ്ഥാപിക്കുന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ പച്ചപ്പിന്റെ പെയിന്റിങ്ങുകൾ പുതിയ അവസരങ്ങളെ ആകർഷിക്കാൻ സഹായിക്കുന്നു. ടിപ്പ് നമ്പർ 15. ഒരു ജലധാര സ്ഥാപിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒഴുകുന്ന വെള്ളച്ചാട്ടമോ ജലധാരയോ സ്ഥാപിക്കുന്നത് നല്ലതാണ്. വീട്ടിന് വെളിയിൽ പൂന്തോട്ടത്തിൽ സ്ഥാപിക്കുന്നതും തെറ്റില്ല. ഒരു ജലധാര സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ദിശ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്കാണ്. ഉറവയിലെ വെള്ളം ഒഴുകുന്നുണ്ടെന്നും നിശ്ചലമല്ലെന്നും എപ്പോഴും ഉറപ്പുവരുത്തുക. ഇത്തരത്തിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെപ്പറ്റി കമന്റ്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം അബിത ജോസ് സൈനിങ് ഓഫ്.